ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് എല്ലാവരെയും മുന്നിൽ നിർത്തിയിട്ട് പറയുമായിരിക്കും, നാളെ എന്തായാലും രഞ്ജു വീട്ടിൽ വന്നിരിക്കും. അവളെ കാണാൻ അവളുടെ അമ്മ ഇടയ്ക്ക് വന്ന് നിന്നിരിക്കും. അതിന് ആരും അവളെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അതുമാത്രമല്ല, അവളെ നല്ലപോലെ കെയർ ചെയ്തിരിക്കണം. ആരും ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കാനോ ഒന്നും തന്നെ പാടില്ല എന്നൊക്കെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ കാഞ്ചനയുടെ എടുത്ത് പറയുമായിരിക്കും, കാഞ്ചനെ നിൻ്റെ അടുത്ത് കൂടിയാണ് പറഞ്ഞത്, രഞ്ജുവിനെ നല്ലപോലെ കെയർ ചെയ്തിരിക്കണം. അതുമാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം, അവളുടെ രോഗത്തെപ്പറ്റി ഇവിടെ ആരും മിണ്ടി പോവരുത്. അങ്ങനെ മിണ്ടിയെന്ന് അറിഞ്ഞാൽ പിന്നെ ആ ഒരു കൊല ഈ വീട്ടിലുണ്ടാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാധികാമ്മയൊന്ന് അന്തം വിടുമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ രാധികാമ്മയാണെങ്കിലും പറയുന്നുണ്ട്, വീട്ടിൽ ഇഷ്ടമില്ലാത്ത ആ ഒരു വിജയലക്ഷ്മിനെയൊക്കെ ഇങ്ങോട്ട് കയറ്റണോ? മതവേട്ടൻ്റെ ആത്മാവ് പോർക്കില്ല കണ്ണാ. അത് മാത്രമല്ല, നിങ്ങളെ അന്ന് ഹോട്ടലിൽ വെച്ചിട്ട് വിജയലക്ഷ്മിയുടെ കൂടെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. ആ കാഴ്ച എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും അനാർക്കലിയും രാധികാമ്മയും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുമായിരിക്കേ. എന്നിട്ട് പിന്നെ ഒന്നും അതേപ്പറ്റി ഒന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് പിന്നെ രാധികാമ്മയാണെങ്കിലും പറയും, എല്ലാത്തിനും കാരണം ഈ ഗീതുവാണ്. ഗീതു ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിലത്തെ സമാധാനമേ പോയി എന്നൊക്കെ പറയുമ്പോൾ ഗീതുവാണെങ്കിലും പറയുന്നുണ്ട്, രാധികാമ്മയുടെയും വരുണിൻ്റെയും സന്തോഷം മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, ആരെയും ഇനിയിപ്പോൾ ഒന്നും പറയൊന്നും വേണ്ട, എൻ്റെ തീരുമാനം ഇതാണ്. ഈ തീരുമാനത്തിന് ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നാളെ തന്നെ രഞ്ജു ഇവിടെ വന്നിരിക്കും, അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റെയർ കേസും കയറി ഗോവിന്ദാണെങ്കിലും കയറി പോവുമായിരിക്കും. എന്നിട്ട് പിന്നെ എല്ലാവരും അവിടെ നിന്ന് പോവുമായിരിക്കും. അപ്പോൾ പ്രിയ ആണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മരുമക്കളാണെങ്കിലും മക്കളാണെങ്കിലും കുറേ കാര്യങ്ങൾ അമ്മ ചെയ്യുന്നത് മറച്ച് വെച്ചിട്ടേ ഉള്ളൂ, അതൊന്നും പറയേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണെന്ന് പറഞ്ഞ് രാധികാമ്മയെ ആക്കിക്കൊണ്ട് പ്രിയ ആണെങ്കിലും അവിടുന്ന് മാറിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയും ആയിരിക്കും. ഗീതു ആണെങ്കിൽ കുളിച്ചിട്ട് തോർത്തിക്കൊണ്ടിങ്ങനെ വരികയായിരിക്കും. ആ സമയം ഗോവിന്ദാണെങ്കിലും പറയും, വൈകിട്ട് കുളിക്കരുതെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല, തലയൊന്നും തോർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തലയൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് തോർത്തുമായിരിക്കും. അപ്പോൾ ഗീതുവിനാണെങ്കിൽ വേദനിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ പതുക്കെ പതുക്കെ എന്നൊക്കെ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിനക്ക് മുടി കെട്ടിത്തരാം, നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചാലേ എനിക്ക് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ഓരോ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചീർപ്പൊക്കെ വലിച്ചെറിയുന്നുണ്ടാവേ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടി മാറാൻ ശ്രമിക്കുകയായിരിക്കും നമ്മുടെ ഗീതു, ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് നടു കൊടുക്കുമായിരിക്കും ഗീതുവിൻ്റെ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും പിടിച്ചു കിടത്തി ഈ ചൂടൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതേസമയം ഗോവിന്ദാണെങ്കിലും വരുണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിൻ്റെ അടുത്ത് ഒന്ന് മാറി നിന്ന് സംസാരിക്കാനുണ്ട്, നീ ഒന്ന് റൂമിൽ വന്നേക്കണേന്ന്. അപ്പോൾ വരുണാണെങ്കിൽ രേഖയും പിടിച്ചുകൊണ്ട് വാ, നമുക്ക് 2 പേർ കൂടി സംസാരിക്കാം. അപ്പോൾ രേഖയാണെങ്കിലും പറയുന്നുണ്ട്, വരുണേട്ടൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞത്, ഞാൻ എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ വരുണാണെങ്കിലും പറയില്ല, നമ്മൾ 2 പേരെയും ഒരുമിച്ച് വരാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മോളെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹമൊക്കെ അഭിനയിക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ അവർ റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഗീതു ആണെങ്കിൽ ഇങ്ങനെ ചൂട് പിടിക്കുന്ന ആ ഒരു വേദന കൊണ്ട് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ വരുണാണെങ്കിലും പറയും, ഇപ്പോൾ വരാൻ പറ്റിയ സമയമില്ലെന്ന് തോന്നുന്നേ, അവരുടെ മൂഡ് വേറെയാണ്, നമുക്ക് പിന്നെ വരാം എന്ന് പറഞ്ഞു പോകുമ്പോൾ രേഖയാണെങ്കിലും പറയുന്നുണ്ട്, അല്ല വരുണേട്ടന് സ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ, ആ കാര്യമൊക്കെ സംസാരിക്കണ്ടേ, എന്തായാലും അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് ഒരൊറ്റ തള്ളായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും ചൂടായിട്ട് പറയും, ഇങ്ങനെയാണോ കയറി വരുന്നത്, ഒന്ന് വാതിൽ മുട്ടിയിട്ട് വരാനുള്ള മാനേഴ്സ് ഇല്ലേ, ഞാൻ പേടിച്ചു പോയല്ലോ എന്നിങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ വരുണാണെങ്കിലും പറയും, എന്നെ രേഖയാണ് പിടിച്ച് തള്ളിയത് എന്ന് പറയേ. എന്നിട്ട് പിന്നെ രേഖയും ഇങ്ങനെ പുറകെ വരും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, രേഖേച്ചിക്ക് ഈ റൂമിൽ വരാൻ എൻ്റെ അനുവാദമൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ രേഖയാണെങ്കിലും വരുണിനെ ആക്കിക്കൊണ്ട് പറയും, അത് പറഞ്ഞാൽ ഈ വരുണേട്ടന് മനസ്സിലാവില്ല, എന്താ ഒരു മാനസില്ല അതിങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും റൂമിൽ കയറി വരുമോ ഗീതു എന്നൊക്കെ പറഞ്ഞ് വരുണിനെ ആണെങ്കിലും രേഖ ആ സമയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ വരുണാണെങ്കിലും നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും, എല്ലാം കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും വരുണിൻ്റെ അടുത്ത് പറയുമായിരിക്കും, നാളെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം, ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വരുൺ വിചാരിക്കും രേഖയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ വരുണാണെങ്കിലും പറയും, ഞാനത് പറയാൻ നിൽക്കുമായിരുന്നു, ഇവൾക്ക് എന്തോ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, അതെന്തായാലും നന്നായി കണ്ണേട്ടാ എന്നിങ്ങനെ പറയേ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും, അതെ രേഖയ്ക്കല്ല നിനക്കാണ്, നിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഭാര്യയെടുത്ത് ഈ ഒരു അവസ്ഥയിൽ പോലും സ്നേഹമില്ലാത്ത നിന്നെയാണ് ഡോക്ടർ മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞത്, അപ്പോൾ നിന്നെയും കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്, നീ എന്തായാലും നാളെ പോയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കേ.
പക്ഷെ വരുണാണെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സ്വത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാനായിരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വരുണ ആകെ വല്ലാതെ ആവാണ്. പക്ഷെ പോവാതിരിക്കാനും പറ്റില്ലല്ലോ, ഗോവിന്ദാണല്ലോ പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ അവിടുന്ന് റൂമിൽ നിന്ന് പിന്നെ വരുണും രേഖയും പുറത്തേക്ക് ഇറങ്ങുമായിരിക്കും. എന്നിട്ട് പിന്നെ വരുണാണെങ്കിലും ദേഷ്യം വന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ രേഖയെടുത്ത് പെരുമാറാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ സമയം ഗോവിന്ദ് ഇത് കാണും. അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ വരുണാണെങ്കിലും പറയും, ഏയ് ഒന്നുമില്ല ഏട്ടാ, ഞാനിവളെ ഒന്ന് സ്നേഹിക്കുകയായിരുന്നു എന്നൊക്കെ പറയേ. ഈ സമയം രേഖയാണെങ്കിലും ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുകയായിരിക്കും എങ്ങോട്ടാണ് ഗോവിന്ദേട്ട എന്ന്. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും ഗീതുവിന് കുറച്ച് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം എടുക്കാനായിട്ട് പോവുക എന്നൊക്കെ പറയേ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും അവിടുന്ന് പോവുമായിരിക്കും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ രേഖയ്ക്കാണെങ്കിലും ഒരു ആഗ്രഹം വരികയാണ്. എന്നിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ നടുവുളുക്കി എന്ന് പെട്ടെന്ന് വരുണിൻ്റെ അടുത്ത് പറയുമായിരിക്കും. അപ്പോൾ വരുണാണെങ്കിലും പറയും ഗോവിന്ദേട്ടനെ ഗീതുവിനെ കെയർ ചെയ്യുന്നത് കണ്ട് നീ നല്ല നാടകമൊന്നും കളിക്കണ്ട എന്നൊക്കെ പറയേ. അപ്പോൾ രേഖയാണെങ്കിലും പറയും ഒരു നാടകമല്ല, ഈ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നടുവേദന, എനിക്ക് ഇത്തിരി ചൂടൊന്ന് പിടിച്ച് നടു ഒന്ന് നല്ല പോലെ ഒഴിഞ്ഞു തരണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വരുണാണെങ്കിലും പറയും പിന്നെ വേറെ പണിയില്ല എന്ന് പറയുമായിരിക്കും. അപ്പോൾ രേഖയാണെങ്കിലും പറയും ഇങ്ങനെയൊക്കെ എന്നെ കെയർ ചെയ്താലേ ഗോവിന്ദേട്ടന് മനസ്സിലാവൂ വരുണേട്ടന് ഒരു മാനസിക പ്രശ്നവും ഇല്ലെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയേ. എന്നിട്ട് പിന്നെ രേഖയാണെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ വരുണാണെങ്കിലും ഒന്നിങ്ങനെ ആലോചിച്ചിട്ട് രാധികാമ്മയും കൊണ്ടായിരിക്കും വരുൺ പിന്നെ വരുന്നത്. അപ്പോൾ രേഖയെ തിരിഞ്ഞു കിടക്കുക, ഞാനിത് ഓയിൽമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രേഖയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ് രാധികാമ്മയ്ക്ക് നല്ലൊരു പണി കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കുകയായിരിക്കും. എന്നിട്ട് രാധികാമ്മയുടെ അടുത്ത് പറയും അയ്യോ ഇങ്ങനെ ഓയിൽമെൻറ്റ് തേച്ചാലൊന്നും പോവില്ല രാധികാമ്മ, എനിക്ക് ഭയങ്കര നടുവേദനയാണ്, ചൂടുവെള്ളം കൊണ്ട് പിടിച്ചാലേ മാറൂ എന്നിങ്ങനെ പറയുമായിരിക്കും. കാഞ്ചന അടുത്ത് പറയാം എന്ന് പറയുമ്പോൾ രേഖയാണെങ്കിലും പറയും കാഞ്ചനൊക്കെ കിടന്നിട്ടുണ്ടാവില്ലേ, വരുണേട്ടനടുത്ത് പറ എന്നൊക്കെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ വരുണാണെങ്കിലും ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ വരുമായിരിക്കും. രാധികാമ്മയാണെങ്കിൽ ഇങ്ങനെ തുണിയൊക്കെ മുക്കി ഇങ്ങനെ പിഴിഞ്ഞ് രേഖയാണെങ്കിൽ ഓരോ സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അവിടെ ഒഴി ഇവിടെ ഒഴി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധികാമ്മയ്ക്ക് മടുക്കുമായിരിക്കും, ഒരു താല്പര്യം ഉണ്ടാവില്ല, ആകെ മടുക്കും ചെയ്യും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കുരിയുന്ന സമയത്ത് പെട്ടെന്ന് രാധികാമ്മയുടെ നടു ഉളുക്കുകയായിരിക്കും, അയ്യോ എൻ്റെ നടു എന്നിങ്ങനെ പറയുമായിരിക്കേ. എന്നിട്ട് പിന്നെ ഭയങ്കര വേദനയായിരിക്കും നടു. അപ്പോൾ വരുണാണെങ്കിലും പറയും ഞാൻ എന്നാൽ ചൂടൊന്ന് പിടിച്ചു തരട്ടെ, പക്ഷേ ഈ വെള്ളത്തിന് ചൂടുമില്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ പോയി എടുത്ത് വരാം എന്ന് പറഞ്ഞിങ്ങനെ പോവുമായിരിക്കും വരുണാണെങ്കിലും. അപ്പോൾ രേഖയാണെങ്കിലും രാധികാമ്മ പോകുന്ന സമയത്ത് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുകയായിരിക്കും. അപ്പോൾ തിരിയുമ്പോൾ ഒന്നും കൂടി നല്ല പോലെ ഉളുക്കുമായിരിക്കും നമ്മുടെ രാധികാമ്മയ്ക്ക്. അങ്ങനെ നടു ഉളുക്കി നിൽക്കുന്ന രാധികാമ്മയെ കളിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.